ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും, എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഫില്ലിങ്സിനായിട്ടുള്ള ഒരു കൂട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, എന്നാലാണ് ഈ ഒരു കൂട്ട് നന്നായിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ള് ചെറിയ ജീരകമാണ്. ഞാനിവിടെ മുഴുവനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ 1 സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഉള്ളി നല്ല പോലെ വാടിക്കുഴഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഉള്ളി ആദ്യമേ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാതെ നമ്മൾ എല്ലാ പൊടികളും ഒന്നിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഈ ഒരു എണ്ണയിൽ കിടന്ന് ഇത് വെന്ത് കിട്ടണം. ഇനി ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നേരത്തെ വേവ് മാത്രം മതി. ഇപ്പോൾ ആ 2 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരം ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഈ ഒരു മുട്ടയിലൊന്ന് മസാലയൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മസാല വെന്ത് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് നിറയെ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു മാവിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ച് നോക്കാം. ഈ മാവ് ഒരുപാടങ്ങ് ലൂസ് ആവാതെ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിൽ പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടില്ല. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആകെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1/4 കപ്പ് അളവിലുള്ള വെള്ളമാണ്. ചപ്പാത്തിക്കൊക്കെ വേണ്ടി മാവ് തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുള്ള പരുവം ഇതാണ്. ഇനി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ആദ്യം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇതിനുള്ളിലേക്ക് ആ ഒരു മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതാ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് 1 സ്പൂണോളം വെച്ച് കൊടുത്തിട്ട് ഈ മാവ് ഇതുപോലെ വക്കൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കണമെന്നൊരു നിർബന്ധമില്ല. ഓരോരുത്തർക്കും ഏതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ വക്ക് ഭാഗം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇതിലേക്ക് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വീണ്ടും കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ആദ്യം ഒന്ന് ബോൾ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ളിലേക്ക് മസാല വെച്ച് കൊടുക്കുന്ന പാകത്തിന് ഇതൊന്ന് പരത്തിയെടുക്കുക. എന്നതിന് ശേഷം 1 സ്പൂണോളം മസാല വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മാവെല്ലാം കൂടെ ഒന്നുകൂടി ചുരുട്ടി വെച്ച് കൊടുക്കുക. ഇതിനുള്ളിലുള്ള ആ ഒരു ഫില്ലിങ്സ് പുറത്തോട്ട് പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്നുകൂടി പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മാവിലും ചെയ്തെടുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ
ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലല്ല, ഒരു പകുതിയോളം നിൽക്കത്തക്ക രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് മുങ്ങിക്കിടന്നാൽ ചിലപ്പോൾ അതിൻ്റെ പരുവൊക്കെ തെറ്റിപ്പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ചുകൂടി വേവാനുണ്ട്, അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നാലാണ് എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം വെന്ത പോലെ തന്നെ താഴത്തെ ഭാഗം കൂടി വെന്ത് കഴിഞ്ഞാൽ കറക്റ്റായി. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.